ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വീട് ഷിഫ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് തിരൂരിലൊരു ഫ്ലാറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഷിഫ്റ്റ് ആവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിന്തു ചേട്ടന് കഴിഞ്ഞ വർഷം ട്രാൻസ്ഫർ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ജോലിക്ക് പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ദേവുട്ടനും മാത്രം അവിടെ ഒറ്റയ്ക്കാവും. അതുകൊണ്ടാണ് നമ്മൾ വീട് മാറാമെന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം ഇനിയും ഒരു വർഷത്തോളം അവിടെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും വിചാരിച്ചു ഇനി കുറച്ച് തൊട്ടടുത്ത് തന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം നോക്കി മാറാമെന്ന് വിചാരിച്ചു. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒറ്റ ദിവസത്തെ കാര്യമല്ലായിരുന്നു കേട്ടോ. ഒരു ഏകദേശം 1-2 ആഴ്ചത്തെ തന്നെ പരിപാടിയായിരുന്നു. നമ്മൾ ഒരു ജാനുവരി 26 കീ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെബ്രുവരി 2 തീയതിയാണ് നമ്മളിവിടെ താമസിക്കാൻ കയറുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കുറേശ്ശെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പക്ക ഓർഗനൈസ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം പെട്ടികളിലൊക്കെ ആക്കി വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ മുമ്പത്തെ ഫ്ലാറ്റിൽ തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന ശ്രുതിയും ഹെൽപ്പിനൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഫെബ്രുവരി 2 തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ രാവിലെ. അപ്പോൾ നമ്മൾ ഇതുവരെ താമസിച്ചിരുന്ന ആ ഒരു വീടിൻ്റെ കീ അങ്ങ് കൈമാറിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഞാനും ചേട്ടനും കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് മാറി താമസിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറബിൾ കുറേ മൊമെൻറ്റ്സ് തന്ന ഒരു വീടല്ലേ. അപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പുതിയ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അതിനേക്കാളും ഹാപ്പിയായി. കാരണം നല്ലൊരു അന്തരീക്ഷമായിരുന്നു. തൊട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ വന്ന് കയറിയ ഉടനെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ചിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ നമ്മൾ തുണികൾ ഉൾപ്പെടെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് വന്നതുകൊണ്ട് തന്നെ വന്ന് കയറിയിട്ട് ചെയ്യാൻ വേറെ ജോലികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് നല്ല സമാധാനത്തോടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതുതായിട്ടൊരു വീട്ടിൽ വരികയല്ലേ, അതുകൊണ്ടൊന്ന് പാല് കാച്ചിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പാല് കാച്ചലായിരുന്നു കേട്ടോ പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ. അപ്പോൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന്. ആക്ച്വലി നമ്മൾ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കിലായിരുന്നു കുറേ നാൾ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേവുട്ടന് നമ്മൾ മുട്ടയടിക്കാൻ പോയൊരു വ്ളോഗ് ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ദേവുട്ടന് കുറച്ച് വയ്യാതെയൊക്കെ ആയിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വയ്യാതായി. അപ്പം അതൊക്കെ ഒന്ന് മാറിയൊക്കെ വരുന്ന സെറ്റാകുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത്. അപ്പോൾ നമ്മളിതാ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് ഫുഡെല്ലാം വാങ്ങിച്ചോട്ട് വന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് നൈസായിട്ടൊരു ഉറക്കവും പാസ്സാക്കി വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ ടെറസിലോട്ടൊന്ന് കയറിയതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. വൈകിട്ടാകുമ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെയാണ് കോവിൽ. അപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും കൊട്ടും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ വൈകിട്ട് ഇങ്ങനെ ടെറസിലൂടെ കുറേ നേരം ഇങ്ങനെ നടക്കുമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായില്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അതുകൊണ്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്നൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂറും തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.